എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ്, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കുറുമയിലേക്ക് 2 ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു ക്യാരറ്റ് എടുത്ത് വയ്ക്കാം. 250 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം. ഏകദേശം ഒരു 6 പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിനാണ് ഈ കറി ഉണ്ടാവുന്നത്. വെജിറ്റബിൾസ് ചേർക്കുന്നതുകൊണ്ടാണ് ചിക്കൻ ഈ ഒരു പ്രപ്പോർഷനിൽ എടുക്കുന്നത്. വെജിറ്റബിൾസ് തൊലി ചെത്തിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കണം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലി ചെത്തി കളർ മാറാതിരിക്കാൻ വെള്ളത്തിലിട്ട് വയ്ക്കാം. വെജിറ്റബിൾസ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി പോർഷൻ കൂടി സ്ലൈസ് ചെയ്ത് വയ്ക്കാം. 2-3 ചെറിയുള്ളി എടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം. ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കീറിയിടാം. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളത്, നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. 2-3 ചെറിയുള്ളി കൂടി ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതോ കുരുമുളക് പൊടിയോ ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലല്ല, 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 കപ്പ് ചിരവിയ തേങ്ങ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് 1-ാം പാല്. 2 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കുന്ന പാലാണ് 2-ാം പാല്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്യാം. തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം. ചിക്കനും കഷ്ണങ്ങളും കുക്കായി വരുമ്പോഴേക്കും ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കൈപ്പിടി സവാള ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ ഒന്നങ്ങ് സോട്ട് ചെയ്ത് കൊടുക്കുക. പച്ചമണം എല്ലാം മാറുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി കിസ്മിസും കാഷ്നട്ടും ചേർത്ത് കൊടുക്കാം. ഒന്ന് വെന്ത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിക്കൻ മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കുക. പൊടികൾ ചേർത്തുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോവാതെ പൊടികളുടെ പച്ചമണം മാറുന്നതും വരെ വഴറ്റിയെടുക്കാം. തയ്യാറായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചിക്കനും വെജിറ്റബിൾസും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 പാൽ ചേർക്കണം. 1/4 പാൽ ചേർക്കുന്നതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ നല്ലതുപോലെ കലക്കി എടുത്തിട്ട് ചേർത്താൽ നമ്മുടെ ഈ ഒരു ചാറ് നല്ല ക്രീമി ആയിട്ടും നല്ല തിക്കായിട്ടും ഇരിക്കും. നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഫ്രഷ് ക്രീം എടുക്കാതെ തന്നെ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആയിട്ട് ഇത് സെർവ് ചെയ്യാൻ പറ്റും. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം വെക്കണ്ട. ഒന്ന് ചൂടായി ഒന്നങ്ങ് തിള വരുമ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.